നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മുടെ ജാതകത്തിൽ ചില ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കാറും ഉണ്ട്. അതുമൂലം ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. ജ്യോതിഷത്തിൽ പിതൃദോഷം ഒരു ശാപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇക്കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജാതകത്തിലെ ചില ഗ്രഹങ്ങളുടെ തെറ്റായ സ്ഥാനം മൂലവും പിതൃദോഷം ഭവിക്കാം. ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. മരിച്ച ബന്ധുക്കളുടെ അന്ത്യകർമ്മങ്ങൾ ആചാര അനുഷ്ഠാന വിധിപ്രകാരം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ അകാലത്തിൽ മരിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ കുടുംബത്തിനാണ് പിതൃദോഷം നേരിടേണ്ടി വരുന്നത്. വീട്ടിൽ ആർക്കെങ്കിലും എപ്പോഴും പല പല അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ട് കുട്ടികൾക്കായാലും ചില വീടുകളിൽ കണ്ടില്ലേ, കുട്ടികൾക്ക് അടിക്കടിയും പനി, ജലദോഷം, തുമ്മൽ, അങ്ങനെ അലർജി സംബന്ധമായ അസുഖങ്ങൾ. അങ്ങനെ കുട്ടികൾക്ക് നിന്ന് മാത്രമല്ല മുതിർന്നവർക്കും വീട്ടിൽ അടിക്കടി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പിതാവുമായി തർക്കം, പിതാവുമായി ഒരു കാരണവുമില്ലാതെ ഉള്ള തർക്കങ്ങൾ, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ വിജയിക്കാതിരിക്കുക. അതായത് ജോലി സംബന്ധമായും ജീവിതത്തിൽ അല്ലാതെയും വിവാഹ സംബന്ധമായും എല്ലാം ഒരു വിജയത്തിലെത്താതെ അതെല്ലാം പാതി വഴിയിൽ താറുമാറായി പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ പിതൃദോഷമുണ്ടെന്ന് നമ്മളെ വിളിച്ചു കാണിക്കുന്ന അനുഭവങ്ങളാണ്. പിതൃദോഷം നീക്കാനുള്ള വഴികൾ തേടുന്നത് വാസ്തുവിന് ചില ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പിതൃദോഷം നീങ്ങാനായി വാസ്തുപ്രകാരം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വൈവാഹിക ബന്ധത്തിലുള്ള പൊരുത്തക്കേടുകൾ, വിവാഹ ബന്ധത്തിൽ പരസ്പരം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒക്കെ പൊരുത്തക്കേടുകൾ, വഴക്ക്, കലഹം, ശണ്ട ഇതൊക്കെ ഉണ്ടാകുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പൈസ ഒരുപാട് കയ്യിലേക്ക് വന്നാലും നിമിഷ നേരം കൊണ്ട് അത് പല വഴിയിൽ ചിലവായി പോകുന്ന ഒരവസ്ഥ. പാമ്പിനെ സ്വപ്നം കാണൽ, അതുപോലെ ശത്രുക്കളുടെ ബുദ്ധിമുട്ട്, ശത്രുത. ഏത് പ്രവൃത്തിയിൽ ഏറിയാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റു വ്യക്തികൾ നമ്മുടെ ശത്രുക്കളായി മാറും. നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ശത്രുക്കളാക്കി മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിയമപരമായ പല കേസ് സംബന്ധമായ കാര്യങ്ങൾ, പല തർക്കങ്ങൾ, വ്യക്തികളുമായി തർക്കങ്ങൾ, വീട്ടിൽ തന്നെ തർക്കങ്ങൾ എന്നിവ പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുമൂലം നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ കടക്കെണി, സാമ്പത്തികമായി വളരെ വലിയ അരക്ഷിതാവസ്ഥ, അതുപോലെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യാത്ത ചില പ്രവൃത്തികൾക്ക് പോലും പഴി കേൾക്കേണ്ടതായി വരുന്ന അവസ്ഥ, കടങ്ങളിൽ നിന്ന് മോചനം ഇല്ലാതെ വരുന്ന അവസ്ഥ എന്നിവ പിതൃദോഷം ബാധിച്ചാലുള്ള ചില സാധാരണമായ ഫലങ്ങളാണ്. ഇത് വീട്ടിലിപ്പോൾ കണ്ടുവരുന്ന സാമ്പത്തികമായി തന്നെ പരാധീനതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം പിതൃദോഷവുമായി ബന്ധപ്പെട്ടും പറയാവുന്നതാണ്. അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില പരിഹാരങ്ങൾ ഇതാണ്. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള പരിഹാരങ്ങളാണിത്. ഉറങ്ങുന്ന കിടപ്പുമുറിയിൽ ഒരിക്കലും പൂർവികരുടെ ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ സാമ്പത്തികമായി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്ന എല്ലാ പിതൃദോഷത്തിൻ്റെ ഭാഗമായി വരുന്നതിന് ചില വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പരിഹാരമാണ് പറയുന്നത്. ഒരിക്കലും കിടപ്പുമുറിയിൽ പൂർവികരുടെ, അതായത് മരിച്ച ആളുകളുടെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാൽ പോലും അവരുള്ള സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരിക്കലും ഈ സ്നേഹം കാണിക്കാനാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം അവരെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവരുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ മരിച്ചുപോയവരുടെ ഒരിക്കലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മളുടെ ഉറങ്ങുന്ന മുറിയിൽ വയ്ക്കുവാൻ പാടുള്ളത് അല്ല. കൂടാതെ പൂജാമുറിയിലോ അടുക്കളയിലോ നിങ്ങൾ പൂർവികരുടെ ചിത്രം വയ്ക്കുന്നതും തെറ്റായ കാര്യമാണ്. ചില ആളുകൾ പൂജാമുറിയിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ അതും വളരെ തെറ്റായ കാര്യമാണ്. വാസ്തുശാസ്ത്രത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ പൂർവികരുടെ ചിത്രം സ്ഥാപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതാണ്. ഈ സ്ഥലങ്ങളിൽ മരിച്ചുപോയവരുടെ ചിത്രം വയ്ക്കുന്നതിലൂടെ ആരാധനാമൂർത്തികൾ നിങ്ങൾക്ക് മേൽ അവർക്ക് കോപം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ മേൽ. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മരിച്ചുപോയ വ്യക്തികളുടെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒന്നും ഈ പറയുന്ന സ്ഥാനങ്ങളിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഇത് ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ
ഭിന്നത വർദ്ധിക്കുകയും സന്തോഷവും സമൃദ്ധിയും കുറയുകയും അതുവഴി ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ജീവിതം കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അപ്പോൾ പൂർവികരുടെ ചിത്രം വെക്കേണ്ട ഒരു സ്ഥലം വീട്ടിൽ തെക്ക് ദിശയിലാണ്. അഥവാ അങ്ങനെ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കാം. അതായത് പൂർവികരുടെ മുഖം തെക്ക് ദിശയിൽ ആയിരിക്കണം. യമദേവൻ്റെ പിതൃക്കളുടെയും ദിശയാണ് തെക്ക് ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പിതൃപക്ഷ സമയത്ത് വീടിൻ്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഓർക്കുക. അതായത് വീടിൻ്റെ പ്രധാന വാതിലിൽ അതുവഴിയാണ് ലക്ഷ്മി ദേവി അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനാൽ അത് വളരെ വൃത്തിയായി സൂക്ഷിക്കുക. പ്രധാന കവാടത്തിൽ ദിവസവും വെള്ളം തളിച്ച് അതൊന്ന് ശുദ്ധിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ തീർത്തും കെണ്ടിയിൽ വെള്ളം വെക്കില്ലേ, വിളക്ക് കത്തിക്കുന്ന സമയത്ത് കെണ്ടിയിൽ വെക്കുന്ന ജലം അതിനുശേഷം പിറ്റേന്ന് മാറ്റാൻ എടുക്കുമ്പോൾ ആ ജലം തന്നെ കൈകൊണ്ടൊന്ന് തളിച്ചാൽ മതിയാകും. അതേസമയം വൈകുന്നേരം തെക്ക് ദിശയിൽ നിന്ന് വിളക്ക് കത്തിക്കേണ്ടതാണ്. തെക്ക് ഭാഗത്ത് പൂർവികരുടെ ലോകമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ദിശയിൽ ഒരു വിളക്ക് കത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് പിതൃദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ്. തെക്ക് ദിശയിൽ ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നത് നല്ലതാണ്. പിതൃക്കളുടെ അനുഗ്രഹത്താൽ പണത്തിനും ധാന്യങ്ങൾക്കും ഒരു കുറവും ഉണ്ടാകുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നത് മൂലം. അതേസമയം വീട്ടിലെ അംഗങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതിയും കൈവരുന്നതാണ്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിലെ ശുചിത്വ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ എവിടെയെങ്കിലും മാലിന്യം കിടക്കുകയാണെങ്കിൽ അത് നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കുന്ന കാര്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ആ സ്ഥലം വൃത്തിയാക്കേണ്ടതാണ്. എച്ചിൽ കിടക്കാൻ പാടുള്ളതല്ല. അത് വലിച്ചെറിയുകയോ അലക്ഷ്യമായി ഇടുകയോ ചെയ്യുന്നത് ശരിയല്ല. പൂർവികരുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതിന് ഭവനവും ചുറ്റുപാടും എപ്പോഴും വളരെ വൃത്തിയോടുകൂടി പരിപാലിക്കേണ്ടതാണ്. അതുപോലെ ഇനി പിതൃദോഷ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബലിതർപ്പണം നടത്തുക, അത് വളരെ ഉത്തമമായ കാര്യമാണ്, ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. നിങ്ങളുടെ പൂർവികർ മരിച്ച അതേ ദിവസം തന്നെ നിങ്ങൾ എല്ലാ വർഷവും ശ്രാദ്ധം നടത്തേണ്ടതാണ്. ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതും പിതൃദോഷം അകറ്റാനുള്ള ഒരു പരിഹാര മാർഗമാണ്. ഓരോ അമാവാസി ദിനത്തിലും പിതൃദോഷമുള്ളവർ ബ്രാഹ്മണർക്ക് ഭക്ഷണം, അതായത് ദാനം നൽകുകയാണ്. ദാനം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് പിതൃദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ദരിദ്രർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുന്നതിലൂടെ പിതൃദോഷത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. പൗർണമി ദിനത്തിലും അമാവാസി ദിനത്തിലും ക്ഷേത്രത്തിലും മറ്റു ആത്മീയ സ്ഥലങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പിതൃദോഷ നിവാരണ മന്ത്രം ചൊല്ലുന്നതിലൂടെ പിതൃദോഷത്തിൻ്റെ ഫലങ്ങൾ ലഘൂകരിക്കാനും പിതൃദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ആൽമരത്തിന് വെള്ളം സമർപ്പിക്കുന്നതും ഇതോടൊപ്പം പുഷ്പങ്ങൾ, അക്ഷതം, പാൽ, ഗംഗാജലം, കറുത്ത എള്ള് എന്നിവ സമർപ്പിക്കുന്നതും പിതൃദോഷത്തിൽ നിന്നും നമ്മൾക്ക് മോചനം കിട്ടാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. കറുത്ത എള്ള് വെള്ളത്തിൽ കലർത്തി തെക്ക് ദിശയിൽ അർഘ്യം സേവിക്കുന്നതും വളരെ ഉത്തമമാണ്. ദിവസവും രാവിലെ ഉറക്കമുണർന്നു വന്നതിന് ശേഷം തെക്കോട്ട് ദർശനം നടത്തി പൂർവികരെ തൊഴുന്നതും അവരുടെ പ്രീതിക്ക് കാരണമാകുന്നു. അതായത് നമ്മൾ ബാധിച്ചിരിക്കുന്ന പിതൃദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ആ ദോഷം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും കാരണമാകുന്നതാണ്. പിതൃദോഷം നീക്കാൻ സാമ്പത്തികമായി ദുർബലരായ ആളുകളെ സഹായിക്കുന്നത് വളരെ നല്ലതാണ്. വൈകുന്നേരം വിളക്ക് കത്തിച്ച് നാഗസ്തോത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം, രുദ്രസൂക്തം അല്ലെങ്കിൽ പിതൃസ്തോത്രം, നവഗ്രഹ സ്തോത്രം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ച രാവിലെ കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി 21 പൂക്കളും തൈരും കൂവള ഇലകളും കൊണ്ട് ശിവനെ, ഓക്കിൻ്റെ 21 പൂക്കളും തൈരും കൂവള ഇലകളും കൊണ്ട് ശിവനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. പശുവിനെ ദാനം ചെയ്യുന്നതും പിതൃദോഷത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. നെയ്യിൽ മുക്കി കർപ്പൂരം കത്തിക്കുന്നതും പിതൃദോഷം കുറയ്ക്കാൻ സഹായിക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നതും പിതൃദോഷത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങൾ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ പിതൃദോഷത്താൽ വലയുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പരിഹാരമാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമസ്കാരം.